ഹലോ വെൽക്കം ടു ദിശ അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. RRB NTPC 2025 എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് സീരീസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ മോഡേൺ ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് ആൻഡ് ജാലിയൻ വാലാബാഗ് മെസക്കർ ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ലോസിലെ ഏറ്റവും ഡ്രക്കോണിയൻ ആയിട്ടുള്ള ഒരു ലോ ആണ്. അതായത് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ ആണെന്ത് ഈ ഒരു റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ റൗലറ്റ് ആക്ടിന്റെ ഫോർമേഷന്റെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് 1914 മുതൽ 1918 വരെയുള്ള പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിൽ തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരുപാട് സ്ട്രിക്റ്റർ ആയിട്ടുള്ള ലോസ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നില്ല, ഇന്ത്യക്കാർ ആവശ്യപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ടൈം പീരീഡ് 1914 മുതൽ 1918 വരെയുള്ള ടൈം പീരീഡിൽ ഇന്ത്യയിൽ കുറെ റവല്യൂഷണറി ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അസാസിനേറ്റ് ചെയ്യുക, വൈസ്രോയ്ക്ക് നേരെ ബോംബ് എറിയുക, ഡൽഹി കോൺസ്പിറസി കേസ് പോലെയുള്ള റവല്യൂഷണറി ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ബ്രിട്ടീഷ് എംപയറിന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസ് നിർത്താനായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു. അങ്ങനെ ഈ റവല്യൂഷണറി ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ നിലവിൽ നടന്നുകൊണ്ടിരുന്ന റവല്യൂഷണറി ആക്ടിവിറ്റീസ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ അസാസിനേറ്റ് ചെയ്യുക, വധിക്കുക, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുക ആംഡ് റെബല്യൻ നടത്തുക, ഇങ്ങനെയുള്ള റവല്യൂഷണറി ആക്ടിവിറ്റീസ് നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഗവൺമെന്റ് ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നു അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ സിഡ്നി റൗലറ്റിന്റെ ചെയർമാൻഷിപ്പിൽ എന്ത് ചെയ്യുന്നു ഒരു കമ്മിറ്റി ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിക്കുന്നു ഇൻ ദ ഇയർ 1918. ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു സർ സിഡ്നി റൗലറ്റ്. ആൻഡ് ആ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് സെഡിഷൻ കമ്മിറ്റി എന്നുള്ളതായിരുന്നു. സെഡിഷൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത് 1980 ബ്രിട്ടീഷ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് ഈ സെഡിഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സർ സിഡ്നി റൗലറ്റ് ആയിരുന്നു. ആൻഡ് ഇവരെ ഏൽപ്പിച്ച ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന റവല്യൂഷണറി ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിൽ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇന്ത്യയിൽ ഒരു ലോ പാസ്സാക്കി, ദാറ്റ് ഈസ് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919, ഷോർട്ട്ലി നോൺ ആസ് റൗലറ്റ് ആക്ട്. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ ലീഡർഷിപ്പിലുള്ള ഈ ഒരു സെഡിഷൻ കമ്മിറ്റി കൊടുത്ത റെക്കമെൻഡേഷൻസിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 ഇന്ത്യയിൽ പാസ്സാക്കുന്നത്. ആൻഡ് ഇത് സിഡ്നി റൗലറ്റിന്റെ ചെയർമാൻഷിപ്പിലുള്ള സെഡിഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ വന്ന ലോ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആക്ട് ആയതുകൊണ്ട് തന്നെ സിഡ്നി റൗലറ്റിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ആക്ട് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയത്. ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 ആയിരുന്നു. ബട്ട് ഈ ഒരു ആക്ടിനെ പോപ്പുലർ ആയിട്ട് വിളിച്ചിരുന്നത് റൗലറ്റ് ആക്ട് എന്നുള്ള പേരിലായിരുന്നു. ആൻഡ് ഈ ഒരു റൗലറ്റ് ആക്ടിന്റെ ഒഫീഷ്യൽ നെയിം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1919 ആണ് എന്ത് ചെയ്യുന്നത് പോപ്പുലർലി റൗലറ്റ് ആക്ട് എന്നറിയപ്പെടുന്നത്. ഈ ഒരു ആക്ട് എന്ത് ചെയ്തു മാർച്ച് 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കി. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിനെ ഡ്രക്കോണിയൻ ആക്ട് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ആക്ടിനെ ഡ്രക്കോണിയൻ ആക്ട് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻസ് ഈ ഒരു ആക്ടിനെ ഇത്രമാത്രം എതിർത്തത് എന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ഈ ആക്ടിന്റെ പ്രൊവിഷൻസ്? ഈ ഒരു ആക്ടിന്റെ പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റൻഷൻ വിത്തൗട്ട് ട്രയൽ ആയിരുന്നു ഈ ഒരു ആക്ടിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ആരെങ്കിലും റവല്യൂഷണറി ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യാൻ സാധിക്കും, വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രയൽ നടത്താതെ 2 വർഷം വരെ എന്ത് ചെയ്യാൻ സാധിക്കും, ജയിലിൽ അടയ്ക്കാനും സാധിക്കും. ഇതായിരുന്നു ഈ ഒരു ആക്ടിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരാളെ സംശയം തോന്നിയാൽ മതി, അയാൾ റവല്യൂഷണറി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അയാൾ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഡൗട്ട് വന്നാൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, അയാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രയൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കും, 2 വർഷം വരെ ഇംപ്രിസൺ ചെയ്യാൻ സാധിക്കും. വാദം കേൾക്കാതെ അയാളെ 2 വർഷം വരെ എന്ത് ചെയ്യാൻ സാധിക്കും, കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കും. ഈ ഒരു പോയിന്റ് മൂലമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ആക്ടിനെ ഇന്ത്യൻസ് ഇത്രയധികം എതിർത്തത്. അതുപോലെ തന്നെ ഈ ഒരു ആക്ട് എന്ത് ചെയ്തു, ഹേബിയസ് കോർപ്പസ് എന്നുള്ള ആ ഒരു പ്രൊവിഷൻ സസ്പെൻഡ് ചെയ്തു.
അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലീഗൽ മെഷേഴ്സ് വഴി എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് അവരെ റിലീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഒരു ലീഗൽ മെഷേഴ്സ് വഴി എന്ത് ചെയ്യാൻ സാധിക്കില്ല, അയാളെ പുറത്തിറക്കാൻ സാധിക്കില്ല. ഈ ഒരു ആക്ടിന്റെ അണ്ടറിലാണ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അതായത് ഹേബിയസ് കോർപ്പസ് പോലെയുള്ള ഹേബിയസ് കോർപ്പസ് പോലെയുള്ള ലീഗൽ മെഷേഴ്സ് എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ സമ്മറി ട്രയൽസ്, അതായത് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ കേസസ്, റെവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ ബേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൊളിറ്റിക്കൽ കേസസ് എന്ത് ചെയ്യും, ജൂറീസ് ഇല്ലാതെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ട്രയൽ നടത്തുന്നത്. അതായത് നോർമലി ഈ ഒരു ടൈം പീരീഡിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോർട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ജഡ്ജസ് കാണും. ഇപ്പൊ ഒരു ഡിവിഷൻ ബെഞ്ച് ആണെങ്കിൽ 2 ജഡ്ജസ് കാണും. ഈ 2 ജഡ്ജസിനെ കൂടാതെ ഈ വാദം നടക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ജൂറീസ് അഡ്ജസന്റ് ആയിട്ട് തന്നെ കാണും. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ജൂറീസ്, അതായത് ലീഗലി വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കാണും. സോ ഈ ജഡ്ജസ് മാത്രമല്ല ഡിസിഷൻ എടുക്കുന്നത്, ഈ ജൂറീസിന്റെ ഒപ്പീനിയൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു റൗലറ്റ് ആക്ട് എന്ത് ചെയ്തു, ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ ട്രയൽ, വാദം കേൾക്കുമ്പോൾ അവിടെ ജഡ്ജസ് മാത്രമേ കാണൂ, ജൂറീസ് കാണില്ല. അതായത് ജഡ്ജ് എന്ത് ഡിസിഷൻ എടുക്കുന്നോ അതാണ് ഫൈനൽ. ആൻഡ് ഈ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. സോ ജൂറീസിന് എന്തില്ല, അവിടെ റോൾ ഇല്ല. സോ ജൂറീസിന് റോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജഡ്ജ് എന്ത് ഡിസൈഡ് ചെയ്യുന്നു അതാണ് എന്ത്, ഫൈനൽ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അപ്പീൽ പോകാൻ പോലും സാധിക്കില്ല. അതായിരുന്നു മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസ്സിന് എന്തുണ്ടായിരുന്നു, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഫ്രീഡം ഓഫ് സ്പീച്ചിനും റെസ്ട്രിക്ഷൻസ് വന്നു, ഫ്രീഡം ഓഫ് പ്രസ്സിനും റെസ്ട്രിക്ഷൻസ് വന്നു. ഗവൺമെന്റ് എല്ലാ പബ്ലിക്കേഷൻസും സെൻസർ ചെയ്തതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യാനായിട്ട് അനുവദിച്ചിരുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പബ്ലിഷ് ചെയ്താൽ പോലും എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അവരെ അറസ്റ്റ് ചെയ്യാൻ കൂടി സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആക്ടിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ഫീച്ചർ ആണെന്ത്, നോ അപ്പീൽ, നോ ദലീൽ, നോ വക്കീൽ. ഇങ്ങനെയാണ് ഈ ആക്ടിനെ എന്ത് ചെയ്യുന്നത്, ഷോർട്ട്ലി പറയുന്നത്. നോ അപ്പീൽ, നോ ദലീൽ, നോ വക്കീൽ. അതായത് ട്രയൽ നടക്കുമ്പോൾ ജഡ്ജ് എന്താണോ വിധിക്കുന്നത് അതാണ് ഫൈനൽ. അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അപ്പീൽ പോകാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എന്താണ്, നോ ദലീൽ. ഈ ഒരു ആക്ടിന്റെ വാദം നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആർഗ്യുമെന്റ്സ് പ്രസന്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. യൂണിലാറ്ററൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജഡ്ജ്മെന്റുകൾ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നോ വക്കീൽ, കാരണം ലോയേഴ്സിനെ കൺസൾട്ട് ചെയ്യാനുള്ള റൈറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ അറസ്റ്റ് ചെയ്തവർക്ക് കൊടുത്തിരുന്നില്ല. ഇതൊക്കെയായിരുന്നു റൗലറ്റ് ആക്ടിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ ഒരു ആക്ടിനെ എന്ത് ചെയ്യുന്നത്, ഡ്രക്കോണിയൻ ആക്ട് എന്ന് പറയുന്നത്. അതായത് ഈ റൗലറ്റ് ആക്ടിന്റെ അണ്ടറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ട്രയൽ ഇല്ലാതെ 2 വർഷം വരെ ഇംപ്രിസൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ റിലീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തില്ല, പിന്നീട് മറ്റ് ലീഗൽ മെഷേഴ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഹേബിയസ് കോർപ്പസ് പോലെയുള്ള ലീഗൽ ഫെസിലിറ്റീസ് എന്തല്ല ഇവിടെ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഈ കേസസ് കേൾക്കുന്നത് ജഡ്ജസ് മാത്രമുള്ള ഒരു ട്രയൽ കോർട്ടായിരിക്കും അല്ലെങ്കിൽ സ്പെഷ്യൽ കോർട്ടായിരിക്കും. ജഡ്ജസ് മാത്രമായിരിക്കും ഈ ഒരു കോർട്ടിനകത്ത് ഉണ്ടാകുന്നത്, ജൂറീസ് ഉണ്ടാകില്ല. ആ ടൈമിലെ ബ്രിട്ടീഷ് ലോ കോർട്ട് എന്ന് പറയുമ്പോൾ ജഡ്ജസിന്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ജൂറീസ് കാണും. ജഡ്ജസ് മാത്രമല്ല ഡിസിഷൻ എടുക്കുന്നത്, അവിടെ ജൂറീസിന്റെ ഒപ്പീനിയൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ജൂറീസ് കാണില്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ജഡ്ജസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് ഈ ഡിസിഷൻ ഫൈനൽ ആണ്, അതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, അപ്പീൽ പോകാൻ പോലും സാധിക്കില്ല. അതുപോലെ തന്നെ പ്രസ്സിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു, ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. ഈവൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഏത് പാതിരാത്രിയിലും വാറണ്ട് ഇല്ലാതെ ഹൗസസ്, ഇന്ത്യൻസിന്റെ ഹൗസസ് സെർച്ച് ചെയ്യാം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഈ ഒരു ആക്ടിനകത്ത് ഉണ്ടായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൗലറ്റ് ആക്ടിനെ ഡ്രക്കോണിയൻ ആക്ട് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഈ ഒരു റൗലറ്റ് ആക്ട് ഇന്ത്യൻസിന് ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. കാരണം സിറ്റിസൺസിന്റെ ബേസിക് ആയിട്ടുള്ള സിവിൽ ലിബർട്ടീസ് അടക്കം ഈ ഒരു ആക്ട് എന്ത് ചെയ്തിരുന്നു, റെസ്ട്രിക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസ് എന്ത് ചെയ്തു, ഈ ഒരു ആക്ടിനെതിരെ ഒന്നാകെ പ്രതിഷേധിച്ചു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്ന മൂവ്മെന്റ് ആണെന്ത്, റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. മാർച്ച് 1919 പാസ്സാക്കിയ റൗലറ്റ് ആക്ടിനെതിരെ മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്ന മൂവ്മെന്റ് ആണ് റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഓൺ ദ ഡേറ്റ് ഓഫ് ഏപ്രിൽ 1919 ഏപ്രിൽ 1919 ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൗലറ്റ് സത്യാഗ്രഹ മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആദ്യത്തെ പാൻ ഇന്ത്യ മൂവ്മെന്റ് ഓർ നാഷണൽ ലെവൽ മൂവ്മെന്റ് എന്ന് പറയുന്ന റൗലറ്റ് സത്യാഗ്രഹമാണ്.
മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന ആദ്യത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് റൗലറ്റ് സത്യാഗ്രഹമാണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇന്ത്യ മൂവ്മെന്റ് ഓർ നാഷണൽ ലെവൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റൗലറ്റ് സത്യാഗ്രഹ ഓൺ ഏപ്രിൽ 1919. ആൻഡ് ഈ റൗലറ്റ് സത്യാഗ്രഹയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മഹാത്മാഗാന്ധി ഫെബ്രുവരി 1919 എന്ത് ചെയ്തു? സത്യാഗ്രഹ സഭ ഫോം ചെയ്തു. സോ ഫെബ്രുവരി 1919 മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? സത്യാഗ്രഹ സഭ ഫോം ചെയ്യുന്നു. സോ 1918 തന്നെ ഈ റൗലറ്റ് ആക്ടിന്റെ പ്രൊവിഷൻസ് 1918 തന്നെ റൗലറ്റ് ആക്ടിന്റെ പ്രൊവിഷൻസ് എല്ലാം എന്ത് ചെയ്തിരുന്നു? വെളിയിൽ വന്നിരുന്നു. ആൻഡ് 1919 എന്ത് ചെയ്യുന്നത്? ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഫീഷ്യലി എക്സിസ്റ്റൻസിൽ വരുന്നത്. 1918 സെഡിഷൻ കമ്മിറ്റി ഓർ സിഡ്നി റൗലറ്റിന്റെ ലീഡർഷിപ്പിലുള്ള സെഡിഷൻ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ഓൾറെഡി ഫോം ചെയ്തിരുന്നു. ആൻഡ് അവരുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഈ ഒരു ബില്ല് റൗലറ്റ് ആക്ടുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ബില്ല് എന്ത് ചെയ്യുന്നു? ഓൾറെഡി പബ്ലിക്കിൽ അവൈലബിൾ ആയിരുന്നു. അന്ന് മുതലേ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യൻസ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് ഇന്ത്യൻസിന്റെ പ്രൊട്ടസ്റ്റിനെ മറികടന്നാണ് എന്ത് ചെയ്യുന്നത്? മാർച്ച് 1919 ഈ ഒരു ലോ എന്ത് ചെയ്യുന്നത്? ഇഫക്റ്റിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോയുടെ പ്രൊവിഷൻസ് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയപ്പോൾ തന്നെ എന്ത് ചെയ്തു? ഇതിനെതിരെ ഇന്ത്യൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതാണ് 24 ഫെബ്രുവരി 1919 തന്നെ എന്ത് ചെയ്യുന്നത്? മഹാത്മാഗാന്ധി സത്യാഗ്രഹ സഭയുടെ ഫോർമേഷൻ നടത്തുന്നത്. 1918 എന്ത് ചെയ്യുന്നത്? സെഡിഷൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ആ സെഡിഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം 1918 ലാസ്റ്റിൽ അല്ലെങ്കിൽ 1919 തുടക്കത്തിൽ തന്നെ ഈ ഒരു റൗലറ്റ് ആക്ടിന്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരുന്നു. ആൻഡ് ആ ഒരു ടൈം മുതൽ തന്നെ എന്ത് ചെയ്തു? ഇന്ത്യൻസ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മഹാത്മാഗാന്ധി 24 ഫെബ്രുവരി 1919 ഈ ഒരു ആക്ടിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സത്യാഗ്രഹ സഭ ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഇത്രയും പ്രൊട്ടസ്റ്റ് മറികടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് മാർച്ച് 1919 എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. മാർച്ച് 1919 ഈ ഒരു ആക്ട് പാസ്സാക്കിയതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മഹാത്മാഗാന്ധി നാഷണൽ ലെവലിൽ ഒരു പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് വാസ് ദി റൗലറ്റ് സത്യാഗ്രഹ. ആൻഡ് മഹാത്മാഗാന്ധി നേഷൻ വൈഡ് ഒരു ഹർത്താൽ അനൗൺസ് ചെയ്തു ഓൺ 6th ഏപ്രിൽ 1919. റൗലറ്റ് സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ ലെവലിൽ ഓർ നാഷണൽ ലെവലിൽ എന്ത് ചെയ്തു? ഒരു സത്യാഗ്രഹ നേഷൻ വൈഡ് ഹർത്താൽ എന്ത് ചെയ്യുന്നു? അനൗൺസ് ചെയ്യുന്നു ഓൺ 6th ഏപ്രിൽ 1919. ബട്ട് മഹാത്മാഗാന്ധി എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഹർത്താൽ എന്ന് പറയുന്നത് പീസ്ഫുൾ ആയിട്ടല്ല പൊക്കോണ്ടിരുന്നത്. കാരണം ഹർത്താലിനോട് ജനങ്ങൾ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും സഹകരിച്ചു. പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തു? വർക്കേഴ്സ് അവരുടെ വർക്ക് നിർത്തിവെച്ചു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? പല ഷോപ്പുകളും എന്ത് ചെയ്തു? അടച്ചിട്ടിരുന്നു. ആൻഡ് വർക്കേഴ്സ് വർക്കിന് പോകാതെ എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നിടത്തെല്ലാം തന്നെ അല്ലെങ്കിൽ റൗലറ്റ് സത്യാഗ്രഹം നടക്കുന്നിടത്തെല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫോഴ്സിനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചിരുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തു? വയലൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഫൈനലി ഏപ്രിൽ 9 എന്ത് ചെയ്തു? മഹാത്മാഗാന്ധിയെ ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു? ഈ ഒരു റൗലറ്റ് സത്യാഗ്രഹ വയലന്റ് മോഡിലേക്ക് ടേൺ ചെയ്യുന്നു. ഇതാണ് റൗലറ്റ് ആക്ടും അതിനെ ബേസ് ചെയ്ത് നടന്നിട്ടുള്ള റൗലറ്റ് സത്യാഗ്രഹ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് RRB NTPC 2025 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലെവലിൽ നിന്ന് പഠിച്ചു തുടങ്ങണമെങ്കിൽ, അതായത് ഫ്രം ദ ബേസിക്സ് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ RRB NTPC 2025 വേണ്ടിയിട്ടുള്ള ലൈവ് ഓൺലൈൻ കോഴ്സസ് ദിശ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. November 1st ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ആയത്. ആൻഡ് ഫസ്റ്റ് 2 വീക്ക് എന്ന് പറയുന്ന ഓറിയന്റേഷൻസ് മാത്രമായിരുന്നു. ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ട് ജസ്റ്റ് 2 to 3 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ. സോ ഒട്ടും ലേറ്റ് അല്ല. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 5500 rupees ആണ്. ഈ ഒരു വീക്ക് കൂടി നിങ്ങളുടെ റിക്വസ്റ്റിനെ മാനിച്ച് ഈ ഒരു വീക്ക് കൂടി ഈ ഒരു ഏർലി ബേർഡ് ഓഫർ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ 5500 ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഈ രീതിയിൽ ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. അടുത്ത ഇൻസിഡന്റ് ആണ് ജാലിയൻ വാലാബാഗ് മസക്കർ.
റൗലറ്റ് ആക്ടും ജാലിയൻ വാലാബാഗ് മസക്കറും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻ ഉണ്ട്. കാരണം റൗലറ്റ് സത്യാഗ്രഹയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗ് മസക്കർ നടക്കുന്നത്. റൗലറ്റ് ആക്ട് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാം. 1918 ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ 1918 ബ്രിട്ടീഷ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത ആ ഒരു 1918 ബ്രിട്ടീഷ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത സെഡിഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സെഡിഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന്റെ ബേസിൽ 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ആക്ട് ആണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ആൻഡ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരു ഡ്രക്കോണിയൻ ആക്ട് ആയിരുന്നു. എന്തുകൊണ്ടാണ് അത് ഡ്രക്കോണിയൻ ആയത് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അതിനെ ഡ്രക്കോണിയൻ ആക്കിയ പ്രൊവിഷൻസ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒരു ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി എന്ത് ചെയ്തു, റൗലറ്റ് സത്യാഗ്രഹ ലോഞ്ച് ചെയ്തു. ആൻഡ് റൗലറ്റ് സത്യാഗ്രഹ പല സ്ഥലത്തും എന്ത് ചെയ്തു, വയലന്റ് ആയി മാറി എന്നും പറഞ്ഞു. ആൻഡ് ഈ റൗലറ്റ് സത്യാഗ്രഹ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്തിരുന്നു. ഈവൻ പഞ്ചാബിൽ പോലും റൗലറ്റ് സത്യാഗ്രഹയ്ക്ക് എന്തുണ്ടായിരുന്നു, നല്ല രീതിയിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് പഞ്ചാബിൽ ഈ റൗലറ്റ് സത്യാഗ്രഹ ലീഡ് ചെയ്തത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലു ആയിരുന്നു. രണ്ട് മേജർ കോൺഗ്രസ് ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലു ആണ് എന്ത് ചെയ്യുന്നത്, പഞ്ചാബിൽ ഈ ഒരു റൗലറ്റ് സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ജാലിയൻ വാലാബാഗ് മസക്കറിലേക്ക് നയിച്ച ആ ഒരു റീസൺ എന്ന് നോക്കാം. 9th ഏപ്രിൽ പഞ്ചാബിൽ ഈ ഒരു റൗലറ്റ് സത്യാഗ്രഹം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലുവിനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു, അവരെ ഒരു അൺനോൺ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡോക്ടർ സത്യപാലിന്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലുവിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ എന്ത് ചെയ്യുന്നു, 10th ഏപ്രിൽ അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു, പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് പബ്ലിക്കിലേക്ക് വരുന്നു. ആൻഡ് ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പഞ്ചാബ്, അന്നത്തെ പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള മൈക്കൽ ഒ ഡയർ, പഞ്ചാബിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള മൈക്കൽ ഒ ഡയർ എന്ത് ചെയ്യുന്നു, പഞ്ചാബില് മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പട്ടാള ഭരണം ഇമ്പോസ് ചെയ്യുന്നു. ആൻഡ് ഈ പട്ടാള ഭരണം ഇമ്പോസ് ചെയ്തതോടുകൂടി ബ്രിട്ടീഷ് ആർമിക്ക് എന്ത് ചെയ്യുന്നു, ഫുൾ അതോറിറ്റി കിട്ടുന്നു. ആൻഡ് പഞ്ചാബ് റെജിമെന്റിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ആർമിയുടെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു ബ്രിഗേഡിയർ ജനറൽ ഡയർ. മൈക്കൽ ഒ ഡയർ അല്ല, ദിസ് വാസ് REH ഡയർ ഓർ റെജിനാൾഡ് ഡയർ. രണ്ട് ഡയേഴ്സ് ഉണ്ട്, തിരിഞ്ഞു പോകരുത്. ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് മൈക്കൽ ഒ ഡയർ ആണ്. ആൻഡ് പഞ്ചാബിലെ ബ്രിട്ടീഷ് ആർമിയുടെ ബ്രിഗേഡിയർ ജനറൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് റെജിനാൾഡ് ഡയർ. ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പഞ്ചാബ് ആണ് മൈക്കൽ ഒ ഡയർ. ആൻഡ് ബ്രിട്ടീഷ് ആർമിയുടെ ബ്രിഗേഡിയർ ജനറൽ, പഞ്ചാബ് റെജിമെന്റിന്റെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു റെജിനാൾഡ് ഡയർ ഓർ REH ഡയർ. റെജിനാൾഡ് ഡയർ ഓർ REH ഡയർ. രണ്ട് ഡയേഴ്സ് ആണ്, രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആണ്. സോ ബ്രിഗേഡിയർ ജനറൽ ഡയർക്ക് എന്ത് ചെയ്യുന്നു, ഫുൾ അതോറിറ്റി കിട്ടുന്നു. ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള മൈക്കൽ ഒ ഡയർ പഞ്ചാബില് മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്തതോടുകൂടി ബ്രിഗേഡിയർ ജനറൽ ഡയർക്ക്, ദാറ്റ് ഈസ് റെജിനാൾഡ് ഡയർക്ക് എന്ത് ചെയ്യുന്നു, ഫുൾ അതോറിറ്റി കിട്ടുന്നു. ഇനി എന്തായിരുന്നു മസാക്കർ എന്ന് നോക്കാം. ഏപ്രിൽ 13, 1919 ഈ ഒരു ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻ വാലാബാഗ് മസക്കർ നടക്കുന്നത്. 9th ഏപ്രിലിന് ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലുവിനെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ച് എന്ത് ചെയ്യുന്നു, ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അവിടെ മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്യുന്നു. ആൻഡ് ഈ മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്ത് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നറിയാതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ ഒരു അറസ്റ്റിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അറസ്റ്റിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റൗലറ്റ് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടുന്നു. ജാലിയൻ വാലാബാഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിൾ, പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ, ഈ ഗോൾഡൻ ടെമ്പിളിനടുത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഗാർഡൻ ആണ് എന്ത്, ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ജാലിയൻ വാലാബാഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഗാർഡൻ ആണ്. പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ, അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഗാർഡൻ ആണെന്ത്, ഈ ഒരു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗാർഡന് ഒരൊറ്റ എൻട്രൻസേ ഉള്ളൂ. അതായത് അകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും ഒരൊറ്റ എൻട്രൻസ് മാത്രമേ ഈ ഒരു ഗാർഡൻ ഉള്ളൂ. അതായത് മൂന്ന് സൈഡിലും, ഈ ഒരു ഗാർഡന്റെ മൂന്ന് സൈഡിലും ബിൽഡിങ്സ് ആണ് എന്ത് ഇരിക്കുന്നത്,
ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഗാർഡന്റെ 3 സൈഡിലായിട്ടും ബിൽഡിങ്ങുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഗാർഡൻ എന്തേ ഉള്ളൂ, ഒരൊറ്റ എൻട്രൻസ് മാത്രമേ ഉള്ളൂ. ഈ എൻട്രൻസ് വഴി തന്നെ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, എക്സിറ്റ് ചെയ്യാനും സാധിക്കൂ. ബാക്കി 3 സൈഡിലും ഈ ഒരു ഗാർഡന്റെ ബിൽഡിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്, സറൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഗാർഡൻ ആണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ഈ ഒരു ജാലിയൻ വാലാബാഗ് ഗാർഡൻ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വളരെ പീസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒത്തുചേരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സത്യപാലന്റെയും ഡോക്ടർ സൈഫുദ്ദീൻ കിസ്ലുവിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ റൗലറ്റ് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും. ആൻഡ് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് April 13 എന്ന് പറയുന്നത് ബൈസാഖി ഫെസ്റ്റിവലിന്റെ ഡേറ്റ് ആണ്. സോ പഞ്ചാബില് ബൈസാഖി ഫെസ്റ്റിവൽ നടക്കുന്ന ഡേറ്റും ആയിരുന്നു ഈ ഒരു April 13 എന്നുള്ള ഡേറ്റ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ജാലിയൻ വാലാബാഗിൽ ഒത്തുചേർന്നു എന്നറിഞ്ഞ ജനറൽ റെജിനാൾഡ് ഡയർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ട്രൂപ്സുമായിട്ട് ഈ ഒരു ഗാർഡനിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ട്രൂപ്സുമായിട്ട് ഈ ഗാർഡനിലേക്ക് വന്നതിന് ശേഷം ജാലിയൻ വാലാബാഗിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള ഈ ഒരൊറ്റ എൻട്രൻസ് എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലോക്ക് ചെയ്തതിന് ശേഷം തന്റെ ബ്രിട്ടീഷ് ആർമിയോട് എന്ത് ചെയ്യുന്നു, ഈ ജനക്കൂട്ടത്തിനെ വളരെ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ജനക്കൂട്ടത്തിനെതിരെ എന്ത് ചെയ്യുന്നു, ഫയർ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യുന്നു. ആൻഡ് റെജിനാൾഡ് ഡയറിന്റെ ഓർഡറിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നു, ബ്രിട്ടീഷ് ആർമി ഈ ഒരു പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട ക്രൗഡിനെ എന്ത് ചെയ്യുന്നു, ക്രൗഡിനെതിരെ ഫയർ ചെയ്യുന്നു വിത്തൗട്ട് എനി വാർണിംഗ്. ജനറൽ റെജിനാൾഡ് ഡയർ ഒരു വാർണിംഗ് പോലും കൊടുക്കാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്രൗഡിനെതിരെ ഷൂട്ടിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഷൂട്ടിങ്ങിൽ ഷൂട്ട് ഔട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്തു, മരണം സംഭവിച്ചു. മോർ ദാൻ 200 to 300 പീപ്പിൾ, അതായത് 200 to 300 ഒഫീഷ്യൽ എസ്റ്റിമേറ്റ്സ് അവൈലബിൾ ആ, ബട്ട് സ്റ്റിൽ 200 to 300 പീപ്പിളിലധികം എന്ത് ചെയ്തു, ഈ ഒരു ഷൂട്ട് ഔട്ടിൽ കൊല്ലപ്പെട്ടു. ആൻഡ് തൗസൻഡ്സ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്തു, ഈ ഒരു ഷൂട്ട് ഔട്ടിൽ ഇൻജുവേർഡ് ആവുകയും ചെയ്തു. ആൻഡ് ഇതിനെക്കുറിച്ച് പിന്നീട് റെജിനാൾഡ് ഡയറിനോട് ചോദിച്ചപ്പോൾ റെജിനാൾഡ് ഡയർ പറഞ്ഞത്, ഞാൻ ഈ ഒരു മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഫയർ ചെയ്തത്, മറിച്ച് ഇന്ത്യൻസിനെ, അനുസരണയില്ലാത്ത ഇന്ത്യൻസിനെ അനുസരണ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫയർ ചെയ്തതെന്നാണ് എന്ത് ചെയ്യുന്നത്, റെജിനാൾഡ് ഡയർ പിന്നീട് ഈ ഒരു ഇവന്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇതാണെന്ത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഓർ ജാലിയൻ വാലാബാഗ് മസക്കർ എന്ന് പറയുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ട് ജാലിയൻ വാലാബാഗ് എന്നുള്ള ആ ഒരു ഗാർഡനിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെയും വിത്തൗട്ട് എനി വാർണിംഗ്, ഒരു വാർണിംഗ് പോലും കൊടുക്കാതെ ജനറൽ റെജിനാൾഡ് ഡയർ അദ്ദേഹത്തിന്റെ ബ്രിട്ടീഷ് ആർമിയെ കൊണ്ട് ഫയർ ചെയ്യിക്കുന്നു. ആൻഡ് ഈ ഒരു ഫയറിങ്ങിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇൻജേർഡ് ആകുന്നു, 100-ലധികം ആൾക്കാർ എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. ഈ ഒരു ഇവന്റ് ആണ് ജാലിയൻ വാലാബാഗ് മസക്കർ. ആൻഡ് ഈ ജാലിയൻ വാലാബാഗ് മസക്കറിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷ്വൽ ആയിട്ടൊരു ഐഡിയ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് കേസരി ചാപ്റ്റർ 2. കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന അക്ഷയ് കുമാറിന്റെ റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ആൻഡ് ഈ കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ചേട്ടൂർ ശങ്കരൻ നായർ, സർ ചേട്ടൂർ ശങ്കരൻ നായർ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൈറ്റ്ഹുഡ് കൊടുത്ത് ആദരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഹി വാസ് ബോൺ ഇൻ കേരള. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ആൻഡ് ഹി വാസ് ബോൺ ഇൻ കേരള. കേരളത്തിൽ ജനിച്ച സർ ചേട്ടൂർ ശങ്കരൻ നായരിനെ കുറിച്ചുള്ള ഒരു മൂവിയാണെന്ത്, സർ ശങ്കരൻ നായരിനെ കുറിച്ചുള്ള ഒരു മൂവിയാണ് കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ജാലിയൻ വാലാബാഗ് മസക്കറിൽ നടന്നതിനെ കുറിച്ച് വിഷ്വലി അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ ഒരു മൂവിയിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു മൂവി റെഫർ ചെയ്താൽ മതി. സോ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മെമ്മറിയിൽ നിൽക്കും. ലെഫ്റ്റനന്റ് ഗവർണർ മൈക്കിളോ ഡയർ, അതുപോലെ തന്നെ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഡയർ, ഇങ്ങനെയുള്ള ആ നെയിംസും അതുപോലെ തന്നെ ആ ഇവന്റ്സും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് കേസരി ചാപ്റ്റർ 2. ആൻഡ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു മൂവി അവൈലബിൾ ആണ്, മലയാളത്തിലും അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു മൂവിയാണ് കേസരി ചാപ്റ്റർ 2. ആൻഡ് എന്താണ് ഈ ജാലിയൻ വാലാബാഗിന് ശേഷം സംഭവിച്ചത്? ആഫ്റ്റർ മാർത്ത് ഓഫ് ദി ഇൻസിഡന്റ്, ജാലിയൻ വാലാബാഗിന് ശേഷം അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൽ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് കൊണ്ടുവന്നത് എന്ന് നോക്കാം. ജാലിയൻ വാലാബാഗ് ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിനകത്ത് വൺ ഓഫ് ദി മൈൽ സ്റ്റോൺസ് ആയിരുന്നു. കാരണം ജാലിയൻ വാലാബാഗ് ആണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിനെ മറ്റൊരു ഡിറക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഈ ജാലിയൻ വാലാബാഗ് മസക്കർ അല്ലെങ്കിൽ ആ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് എന്ത് ചെയ്യുന്നു, മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ റൗലറ്റ് സത്യാഗ്രഹ പിൻവലിക്കുന്നു. മഹാത്മാഗാന്ധി റൗലറ്റ് ആക്ടിനെതിരെ ലോഞ്ച് ചെയ്ത സത്യാഗ്രഹമായിരുന്നു റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത്രയും വയലൻസ് കണ്ടതോടുകൂടി എന്ത് ചെയ്യുന്നു, മഹാത്മാഗാന്ധി ആ ഒരു മൂവ്മെന്റ് 18 April 1919 എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു.
അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഈ ഒരു ജാലിയൻ വാലാബാഗ് മസക്കിൽ പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൈസറായി ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ ഉപേക്ഷിക്കുന്നത്. ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് എന്നുള്ള ടൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. എക്സാം പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ജാലിയൻ വാലാബാഗ് മസക്കിൽ പ്രതിഷേധിച്ചാണ് എന്ത് ചെയ്യുന്നത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ കൈസർ ഐ ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ എന്ത് ചെയ്യുന്നത് റെനൗൺസ് ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നത്. ഇനി എന്താണ് ഈ കൈസർ ഐ ഹിന്ദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഗോൾഡ് മെഡലാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് സേവനം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഗോൾഡ് മെഡലാണ് കൈസർ ഐ ഹിന്ദ് എന്ന് പറയുന്നത്. ആൻഡ് ഗാന്ധിജിക്ക് ഇത് എന്തുകൊണ്ട് ഗാന്ധിജിക്ക് 1915 എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗോൾഡ് മെഡൽ റിസീവ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈസർ ഐ ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു വോർ ആണെന്ത് ബോയർ വോർ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റും സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു റിപ്പബ്ലിക്കും തമ്മിൽ സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക്കും തമ്മിൽ നടന്നിട്ടുള്ള ഒരു വോർ ആണെന്ത് ബോയർ വോർ എന്ന് പറയുന്നത്, ഓർ സിംപ്ലി നോൺ ആസ് സൗത്ത് ആഫ്രിക്കൻ വോർ. സൗത്ത് ആഫ്രിക്കൻ വോറിലെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിരുന്നു. ഈ ഒരു ബോയർ വോറിൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ വോറിൽ പരിക്കേറ്റ ബ്രിട്ടീഷ് സോൾജിയേഴ്സിന് മെഡിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു. ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈസർ ഐ ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ മഹാത്മാഗാന്ധിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് രവീന്ദ്രനാഥ് ടാഗോറിന് നൈറ്റ്ഹുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ലിറ്ററേച്ചർ വർക്ക്സിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ വർക്ക്സിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന് നൈറ്റ്ഹുഡ് എന്നുള്ള ടൈറ്റിൽ എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മഹാത്മാഗാന്ധി 1915 അദ്ദേഹത്തിന് കിട്ടിയ കൈസർ ഐ ഹിന്ദ് എന്നുള്ള ടൈറ്റിൽ എന്ത് ചെയ്യുന്നു ജാലിയൻ വാലാബാഗ് മസക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉപേക്ഷിക്കുന്നു. ആൻഡ് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് ഈ ഒരു മസക്കറിൽ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു റെനൗൺസ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ജാലിയൻ വാലാബാഗ് മസക്കർ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത കമ്മീഷൻ ആണെന്ത് ഹണ്ടേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഡിസോർഡേഴ്സ് ഇൻക്വയറി കമ്മിറ്റി. ഹണ്ടർ കമ്മീഷൻ ഓർ ഡിസോർഡേഴ്സ് ഇൻക്വയറി കമ്മിറ്റി എന്നുള്ളൊരു കമ്മിറ്റി എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നു ടു സ്റ്റഡി അബൌട്ട് ദി ജാലിയൻ വാലാബാഗ് മസക്കർ. ആൻഡ് 1920 എന്ത് ചെയ്യുന്നു ഈ ഒരു കമ്മിറ്റി 1919 ഈ ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നത്. 1920 ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്നു അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അവര് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് ജനറൽ റെജിനാൾഡ് ഡയറിന്റെ ഈ ഒരു ആക്ഷൻ എന്ത് ചെയ്യുന്നു അവർ കണ്ടം ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ആക്ഷൻ തെറ്റാന്ന് അവർ പറയുന്നുണ്ട്. ബട്ട് ജനറൽ ഡയർക്ക് എന്ത് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് പണിഷ്മെന്റുകളോ പെനാൽറ്റീസോ ഒന്നും തന്നെ ഇമ്പോസ് ചെയ്യുന്നില്ല. സോ ബേസിക്കലി ഇതെന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഹണ്ടർ കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ ജനറൽ റെജിനാൾഡ് ഡയർ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് ജനറൽ ഡയർക്ക് എന്ത് ചെയ്യുന്നില്ല പണിഷ്മെന്റോ പെനാൽറ്റീസോ ഒന്നും തന്നെ ഇമ്പോസ് ചെയ്യുന്നില്ല. ആൻഡ് ഇതും എന്ത് ചെയ്യുന്നു ഇന്ത്യൻസിനെ വളരെയധികം ചൊടിപ്പിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അതായത് ഈ ഹണ്ടർ കമ്മീഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കോൺഗ്രസ് ഒരു അൺഒഫീഷ്യൽ കമ്മിറ്റി നോൺ ഒഫീഷ്യൽ കമ്മിറ്റി ഫോം ചെയ്യുന്നത് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് മോട്ടിലാൽ നെഹ്റുവിന്റെ ചെയർമാൻഷിപ്പിൽ എന്ത് ചെയ്യുന്നു കോൺഗ്രസ് ഒരു നോൺ ഒഫീഷ്യൽ കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുന്നു. ജാലിയൻ വാലാബാഗ് മസക്കറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനും അവരുടെ ആക്ഷൻസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കോൺഗ്രസ് ഒരു നോൺ ഒഫീഷ്യൽ കമ്മിറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മോട്ടിലാൽ നെഹ്റു എന്ത് ചെയ്യുന്നത് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് മഹാത്മാഗാന്ധിയെ പോലുള്ള വളരെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസും ഈ ഒരു കമ്മിറ്റിക്കകത്ത് ഇൻവോൾവ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മസക്കറിന്റെ ഏറ്റവും വലിയ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് NCM ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിക്ക് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്നതിനകത്ത് വലിയൊരു പങ്ക് എന്ത് ചെയ്യുന്നുണ്ട് ജാലിയൻ വാലാബാഗ് മസക്കർ നടത്തുന്നുണ്ട്. അതായത് ജാലിയൻ വാലാബാഗ് മസക്കർ ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത്. ഖിലാഫത്ത് ഇഷ്യൂ കൂടാതെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലോഞ്ച് ചെയ്യാനുള്ള വൺ ഓഫ് ദ കീ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ജാലിയൻ വാലാബാഗ് മസക്കർ ആണ്. സോ ഇതാണ് ജാലിയൻ വാലാബാഗ് മസക്കർ. ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.